Hello students, my name is Numna from the Department of Computer Science. Quantitative Techniques-le second module ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. And the second module is about time series and index numbers. And it consists the meaning and significance of time series and the utility of time series, then component of time series and measurement of trend, method of least squares, parabolic trend and logarithmic trend, and index numbers. What are the meaning of index numbers and problems in construction of index number, then method of construction of index number and weighted and unweighted, test of adequacy of index numbers and chain index numbers. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ള പോർഷൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ടൈം സീരീസ്, എന്താണ് ടൈം സീരീസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ടൈം സീരീസ് എന്ന് നോക്കാം. ദ ടൈം സീരീസ് ഇസ് എ റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ ഓർ മെഷർമെൻറ്റ് ഓഫ് എ വേരിയബിൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഒരു വേരിയബിളിൻ്റെ ഒരു നിശ്ചിത പീരിയഡിന് അകത്തേക്കുള്ള മെഷർമെൻറ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഒബ്സർവേഷനെ സംബന്ധിച്ചുള്ള റെക്കോർഡിനെയുമാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും, ആ ടൈം പീരിയഡിനകത്തുള്ള അതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്സർവേഷനെ ഒക്കെ സംബന്ധിക്കുന്ന റെക്കോർഡിനെയാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് നോക്കാം. It is a statistical device which can be used to understand, interpret and evaluate the changes in economic phenomena over time with a hope of more correctly anticipating the course of future events. ഒരു നിശ്ചിത ടൈം പീരീഡിനകത്ത് നമുക്കൊരു എക്കണോമിക് ഫിനോമിനയിലുണ്ടാകുന്ന ചേഞ്ചസിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്ന് പറയുന്നത്. സോ ഈ അനാലിസിസ് ഓഫ് ടൈം സീരീസിലൂടെ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഇവൻസിനെ എല്ലാം ബെറ്റർമെൻറ്റ് ചെയ്യാനെല്ലാം പറ്റും. Okay, so this is the time analysis of time series. It is a statistical device which can be used to understand, interpret and evaluate changes in economic phenomena over time with the hope of more correctly anticipating the courses of future events. And another definition of time series is when quantitative data are arranged in the order of their occurrence, then the resulting statistical series is called time series. നമ്മൾ ഡേറ്റാസിനെ അവ ഒക്കർ ചെയ്ത ഓർഡറിനെ അനുസരിച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. Now let's see what are the utilities of time series. The analysis of time series is of great utility not only to research workers but also to economists, businessmen and scientists etc. ടൈം സീരീസ് എന്ന് പറയുന്നത് ബിസിനസ്മാൻ മാത്രമല്ല, എല്ലാവരും എക്കണോമിസ്റ്റ് ആയാലും സയൻറ്റിസ്റ്റ് ആയാലും റിസർച്ച് വർക്കേഴ്സ് ആയാലും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം യൂസ് ചെയ്യുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് ബിഹേവിയർ ഓഫ് ദ വേരിയബിൾ അണ്ടർ സ്റ്റഡി. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ബിഹേവിയർ. നമുക്ക് ഫ്യൂച്ചർ ബിഹേവിയർ ബിസിനസ്സിലൊക്കെ ഒരുപാട് ആവശ്യമാണ് ഫ്യൂച്ചർ ബിഹേവിയർ അറിയുന്നതിന് വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സീരീസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഫ്യൂച്ചർ course of action, and the next one is it helps in knowing the current accomplishment, and the last one is it helps to make comparison between different time. So these are the utilities of time series. And the next topic is component of time series. Time series inde components എന്തൊക്കെയാണെന്നുള്ളതാണ്. First one is secular trend and seasonal variation, then cyclic variation and irregular variation. ഇനി എന്തെല്ലാമാണ് ഈ ഒരു കോമ്പണൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Now the component of time series, the first component is secular trend.
The changes which take place as a result of general tendency of data to increase or decrease are known as secular moment. സോ സെക്യുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടെൻഡൻസിയാണ്. ഡേറ്റ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ജനറൽ ടെൻഡൻസിനെയാണ് സെക്യുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ ജനറൽ മൂവ്മെൻറ്റ് പെർസിസ്റ്റിംഗ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് സെക്യുലർ ട്രെൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്യുലർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നുകിൽ ഡിക്രീസ് ആവാം അല്ലെങ്കിൽ ഇൻക്രീസ് ആവാം, അതൊരു ലോങ് ടൈമിൽ പെർസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. And the next component is seasonal moment. സീസണൽ മൊമെൻറ്റ് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇങ്ങനെയായിരിക്കും, 1 ഇയറിൽ ലെസ് ദാൻ ആയിട്ടായിരിക്കും സീസൺ വരുന്നത്. മന്ത്ലി ആയിരിക്കാം അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കാം. സോ ദ ചേഞ്ചസ് ഓർ വേരിയേഷൻ വിച്ച് സീസൺലി ഒക്കർ വിത്തിൻ എ പീരിയഡ് ഓഫ് 1 ഇയർ ആസ് എ റിസൾട്ട് ഓഫ് ക്ലൈമറ്റ്, വെദർ, ഇമ്പോർട്ടൻറ്റ് ഹാപ്പനിങ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഹാപ്പനിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്ലൈമറ്റ്, അല്ലെങ്കിൽ സീസൺസ്, ഫെസ്റ്റിവൽ സീസൺസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ വരുന്ന വേരിയേഷൻ. ആ വേരിയേഷൻസ് എന്തായിരിക്കും, കുറച്ച് കാലം നിലനിൽക്കുള്ളൂ, വിത്തിൻ എ ഇയർ അത് പെർസിസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ സീസണൽ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് കോമ്പണൻറ്റ് ഇസ് സെക്യുലർ ട്രെൻഡ് ആൻഡ് ദ സെക്കൻഡ് കോമ്പണൻറ്റ് ഇസ് സീസണൽ മൊമെൻറ്റ്. And the third component is cyclical moment. Changes that take place due to cyclic fluctuations like prosperity and depression may be termed as cyclic variation. So in every business cycle there are 4 periods. ഒരു ബിസിനസ് സൈക്കിളിൽ 4 periods ഉണ്ട്, അറിയാമായിരിക്കും എല്ലാവർക്കും. ഫസ്റ്റ് വൺ is prosperity, then decline, depression and improvement. So cyclic variations are a longer duration than a year and there are not random moment because a value in a series is affected by the previous value or affect in future values. So അതിനെയാണ് നമ്മൾ സൈക്ലിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കാരണം വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ സൈക്ലിക്കൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് കോമ്പണൻ്റ് ഓഫ് ടൈം സീരീസ്. ആൻഡ് ദ ഫോർത്ത് കോമ്പണൻ്റ് ഇസ് ഇറഗുലർ വേരിയേഷൻ. ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ചേഞ്ചസ് വിച്ച് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് നോട്ട് ബി പ്രഡിക്റ്റഡ് ലൈക്ക് വയലൻസ്, നാച്ചുറൽ കലാമിറ്റീസ് എക്സെട്ര. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്ന വേരിയേഷൻസ്, അതിനെയാണ് ഇറഗുലർ വേരിയേഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ്, വാർ, വയലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു പാൻഡമിക് ഡിസീസും കൂടെ അതിൽ പെടുത്താം. സോ അങ്ങനെയുള്ള വേരിയേഷൻ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ ഇറഗുലർ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് സ്റ്റേഷനറി. ഈച്ച് കോമ്പണൻറ്റ് ഹാസ് എ കൈൻഡ് ഓഫ് ഡിപ്പെൻഡൻസി ഓൺ പ്രീവിയസ് വാല്യൂസ്. If cyclical moments are very regular, they are supposed to be stationary in the sense that same pattern will repeat after a cycle is complete. So repetition of this pattern in the series is not necessarily a regular cycle if the chief characteristic of the presence of stationary. So stationary എന്ന് പറയുന്നത് നമ്മുടെ സൈക്ലിക്കൽ മൊമെൻറ്റ്സ് ഇറഗുലർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റേഷനറി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ പാറ്റേൺ ഇൻ ദ സീരീസ് ഇസ് നോട്ട് നെസസറിലി എ റെഗുലർ സൈക്കിൾ ഇഫ് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പ്രസൻസ് ഓഫ് stationary. So the component of time series are, first one is secular trend, seasonal variation, cyclical variation and irregular variation, and these components can be separated. And in a traditional time series analysis, it is assumed that there is a multiplicative relationship among these components. ഈ ഒരു കോമ്പണൻസ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കോമ്പണൻസ്, ദാറ്റ് ഇസ് സെക്യുലർ ട്രെൻഡ്, സീസണൽ വേരിയേഷൻ ആൻഡ് സൈക്ലിക്കൽ വേരിയേഷൻ ആൻഡ് ഇറഗുലർ വേരിയേഷൻ, ഈ ഇത്രയും കോമ്പണൻസുകൾ തമ്മിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് മേ ബി റെപ്രസെൻറ്റഡ് സിംബളിക്കലി ആസ് ഫോളോസ്, ദാറ്റ് ഇസ് y is equal to t into s into c into I, where t stands for secular trend and s
stands for seasonal variation, and C is for cyclical variation, and I is for irregular variation. And this is called the multiplicative model. Okay, so this is for today. Thank you.